കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം എൻ്റെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരു പാട്ട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ലോകം വെറുത്തവരേശുവോടു ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഭാഗ്യകനാൻ ചേരും വരെ കാത്തിടണം. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും, എൻ പ്രാണനാഥൻ പോയതായ പാദമതി, എൻ പ്രാണനാഥൻ പോയതായ പാദമതി. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. വേഗം വരാമെന്നുരച്ച നാഥ, നോക്കി നോക്കി കണ്ണുകൾ മങ്ങിടുന്നേ. എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? എപ്പോൾ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ? ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ? ലോകമെനിക്കൊരാശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ? നാൾ തോറുമേ നീ ആശ്വാസമായി തീർന്നിടണേ. നാൾ തോറുമേ നീ ആശ്വാസമായി തീർന്നിടണേ. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂവിൽ വാസം. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 15 വാക്യം നമുക്ക് വായിക്കാം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. ബാബിലോണ്യ അടിമത്തത്തിനും കഷ്ടതയോടും അരിഷ്ടതയോടും കഴിയുന്ന ഇസ്രായേലിയർ പറയുകയാണ്, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന്. ഹല്ലേലൂയ. എന്നാൽ
അതിൻ്റെ മറുപടി എത്ര കുളിർമയായിട്ടാണ് നമ്മുടെ കർത്താവ് നൽകുന്നത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഒന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതിനേക്കാൾ സ്നേഹവും കരുതലും നമ്മുടെ കർത്താവിന് നമ്മളോടുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ നമ്മുടെ കർത്താവിന് നമ്മളോട് കരുണയുണ്ട്. അതേ, സ്തോത്രം. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കഷ്ടം വന്നാൽ, അല്ലെ മക്കൾക്ക് എന്തെങ്കിലും രോഗമോ ബലഹീനതയോ എന്തെങ്കിലും ആകുമ്പോൾ ഒരപ്പൻ്റെ ഹൃദയം കൂടുതൽ സ്നേഹാർദ്രമാകും. അതുപോലെയാണ് ദൈവവും. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ അവസാനം വരെയും നമ്മോടൊപ്പം നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞിട്ട് ഒരിക്കലും ഞാൻ നിന്നെ മറക്കയില്ല, ഞാൻ നിന്നെ സഹായിക്കും എന്നൊക്കെ ശബ്ദം മുഴക്കിയവരൊക്കെ ആപത്ഘട്ടത്തിൽ നമ്മെ മറന്നു കളയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്, നമ്മെ ഉപേക്ഷിച്ചപ്പോൾ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാൻ ഇടയാകട്ടെ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും എന്ന് കർത്താവ് പറയുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവിൽ കൂടി എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ദൂത് വെളിപ്പെടുത്തി, പ്രസവിച്ച തള്ള തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, അന്നും ഇന്നും എന്നും ആശ്രയിക്കുന്നവർക്ക് ആശ്രയമരുളുന്ന ഒരു ദൈവം ദൈവപുത്രനായ യേശുക്രിസ്തു തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ തള്ളിക്കളയാത്ത, നമ്മളെ ഉപേക്ഷിക്കാത്ത, നമ്മളെ മറക്കാത്ത ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അപ്പോഴാണ് കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞു, ഒരു പ്രസവിച്ച തള്ള മറക്കുമോ? മറക്കുന്ന സമയമുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു അടയാളമല്ലേ ഇന്ന് ഒരു അമ്മത്തൊട്ടിൽ വന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അമ്മത്തൊട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് പോകുന്ന എത്ര മാതാക്കളെ നമ്മൾ ന്യൂസ് പേപ്പറുകളിലും മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണമേ, നമ്മുടെ കർത്താവല്ലാതെ നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദേഹിയുമില്ല, ആശ്വസിപ്പാൻ ഒരിടവുമില്ല. നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാലും, നമ്മളെ ജീവപര്യന്തം കൊണ്ടു നടക്കാം, ഞാൻ എപ്പോഴും നിന്റെ കൂടെ കാണും എന്ന് പറഞ്ഞ എത്രയോ പേരുണ്ട്. ആദ്യം സ്തോത്രം, ഒരു കുടുംബജീവിതം തുടങ്ങുമ്പോഴാണെങ്കിലും മരിക്കുന്ന നിമിഷം വരെയും ഞാൻ നിന്റെ കൂടെ കാണും, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുന്നു. അതുപോലെ മക്കള് അപ്പനോടും അമ്മയോടും പറയും, അപ്പയും അമ്മയും ഒന്നും വിഷമിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ കാണും എന്ന് പറഞ്ഞാലും ഒരു സമയം, ഒരു പരിധിക്കപ്പുറം അവർക്ക് നമ്മളെ ഒന്നും സഹായിക്കാനോ സ്നേഹിക്കാനോ കഴിയത്തില്ല. എന്നാൽ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. എത്രയോ കുടുംബങ്ങൾക്കകത്ത് സ്തോത്രം, ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും എന്നെ വിളിക്കുമ്പോൾ പലരുടെ കുടുംബ ജീവിതം തകർന്നിട്ട് അവരെന്നെ വിളിക്കാറുണ്ട്. വിളിച്ചിട്ട് പറയുന്ന കാര്യമുണ്ട്, ആൻറ്റി എത്രയോ നാളായി എൻ്റെ വൈഫ് എന്നെ ഒന്ന് വിളിച്ചിട്ട്, എന്നെ ആദ്യം എന്തൊരു നല്ല സ്നേഹമായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പം എന്നെ അവൾക്ക് ഇഷ്ടമല്ല, ഞാൻ എത്ര അവളെ സ്നേഹിച്ചാലും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് എത്രയോ വേദനാജനകമായ കാര്യങ്ങളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, കുടുംബ ജീവിതത്തിലും മാതാപിതാക്കൾക്കകത്തും സഹോദരങ്ങൾക്കകത്തും ഇതുപോലൊക്കെയുള്ള സ്നേഹിച്ചുകൊണ്ടിരുന്നവർ തന്നെ പിന്നെ അവര് എന്നേക്കുമായി ആ സ്നേഹം വിട്ടുപോയത് നമുക്കറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള സ്നേഹമൊന്നും ശാശ്വതമായ സ്നേഹമല്ല. എന്നാൽ സ്നേഹം അല്ല എന്ന് പറയുന്നില്ല. ദൈവം കൂട്ടാക്കി വെച്ചിരിക്കുന്ന കുടുംബജീവിതവും ദൈവം തന്നിരിക്കുന്ന സഹോദരങ്ങളെ എല്ലാം നമ്മൾ സ്നേഹിക്കണം. കർത്താവ് വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് കർത്താവിൻ്റെ ആ വചനത്തിൽ നമ്മളോട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതാണ് കർത്താവ് കാൽവരി ക്രൂശിലും കാണിച്ചത്.
ഹല്ലേലൂയ. ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ഇത് നമ്മൾ ആ പറഞ്ഞ വിഷയത്തിൽ നിന്ന് മാറിയെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ സ്നേഹത്തിന്റെ പൂർത്തീകരണമായ കർത്താവ് ഏറ്റവും നമ്മളെ, അതായത് ഒരു അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവമാണ് നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്നത്. ഇവിടെയും ഇവിടെ നമ്മളൊരു കുറച്ച് നാളെ ഉള്ളൂ നമ്മുടെ ജീവിതം ഇവിടെ. അതായത് ഒരു നിശ്ചിത കാലയളവ്, അത് കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ പോകും. ആ സ്വന്തം വീട്ടിൽ പോയി കോടാനുകോടി വർഷമാണ് പിതാവായ ദൈവത്തോട് കൂടെ നമ്മൾ വസിക്കുന്നത്. ആ ദൈവത്തിന്റെ സ്നേഹം, സ്വന്തം പുത്രനെ ആദരിക്കാതെ ആ തന്ന ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നോ മാതാപിതാക്കളിൽ നിന്നോ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാകത്തില്ല. എല്ലാ സ്നേഹത്തിനും ഒരു പരിധിയുണ്ട്. ആ സ്നേഹത്തിന് അപ്പുറമാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. ആ ദിവ്യമായ, ആ ദീർഘമായ, ആ നിഷ്കളങ്കമായ, ആ നിർമ്മലമായ ആ സ്നേഹം, അത് ഒരിക്കലും എങ്ങൊന്നും കിട്ടുന്ന സ്നേഹമല്ല. ആ സ്നേഹത്തിന്റെ ഉടയവൻ കർത്താവ് തന്നെയാണ്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും എൻ്റെ സഹോദരങ്ങളെ ആരെങ്കിലും ഒരു വിഷമത്തിനകത്തൂടെ കടന്നു പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഞാൻ സ്നേഹിക്കേണ്ട രീതിയിൽ എത്ര സ്നേഹിച്ചിട്ടും എനിക്ക് ആ സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്ന് ആരെങ്കിലും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആമേൻ, സ്വതം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഉടയവൻ നമുക്കുണ്ട്. ആ സ്നേഹം ശാശ്വതമായ സ്നേഹമാണ്. ആ സ്നേഹമാണ് നിലനിൽക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് നമ്മുടെ കർത്താവ്. ആ സ്നേഹനിധിയായ ദൈവം ഒരപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ആ സ്നേഹനിധിയായ ദൈവത്തിന്റെ കൃപയും കരുണയും ഇന്ന് പകൽക്കാലവും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ശൂന്യതയിൽ കൂടി സ്നേഹിക്കാൻ ആരുമില്ലെന്നോ അല്ലെ മാതാപിതാക്കളുടെ അഭാവമുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ സ്നേഹം തരുവാനും അല്ലെങ്കിൽ മക്കളുടെ സ്നേഹം തരുവാനും അപ്പന്റെ സ്നേഹം തരുവാനും ഒരു മൂത്ത ജ്യേഷ്ഠന്റെ സ്നേഹം തരുവാനും നമ്മുടെ കർത്താവുണ്ട്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ച് മുന്നേറാം. ആ കർത്താവ് ഇന്ന് പകൽക്കാലവും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ഏതൊക്കെ വിഷയമാണോ ആ വിഷയത്തിനകത്തൊക്കെ ദൈവത്തിന്റെ സ്നേഹവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും നിങ്ങൾ അനുഭവിപ്പാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാപ്പാ. കർത്താവേ, സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങള് സകല കുഞ്ഞുങ്ങളോടും അങ്ങ് കരുണ തോന്നണമേ. ഞങ്ങളുടെ ദേശത്തിലും രാജ്യത്തിലും ലോകരാജ്യങ്ങളിലും കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്ന നിന്റെ മക്കള് കർത്താവേ, അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ശൂന്യതയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് വശത്തു നിന്നും ആ സ്നേഹം ലഭിക്കാത്തത് കർത്താവേ, മാതാപിതാക്കളുടെ വശത്തു നിന്നോ സഹോദരങ്ങളുടെ വശത്തു നിന്നോ കുടുംബ ജീവിതത്തിൽ നിന്നോ എവിടെങ്കിലും സ്നേഹം പോയിപ്പോയെങ്കിൽ പിതാവിന്റെ സ്നേഹം, കർത്താവിന്റെ സ്നേഹം ഒരു അപ്പനെ പോലെ ഒരു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ആ സ്നേഹം നിന്റെ മക്കൾക്ക് കൊടുത്ത് ആശ്വസിപ്പിക്കുന്ന ദൈവമുണ്ട് എന്ന് ഒന്നുകൂടെ ഉറച്ച് വിശ്വസിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ ബലപ്പെടുത്തണമേ കർത്താവേ. അങ്ങ് കരുണ തോന്നണമേ കർത്താവ്, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും പ്രതികൂല സന്ധികൾ കൂടി കടന്നു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അവർക്ക് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതികൂല സാഹചര്യങ്ങൾ ഏതൊക്കെ ആയിക്കോട്ടെ, ആമേൻ, സർവശക്തനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ആമേൻ ദൃഢനിശ്ചയത്തോടെ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ എൻ്റെ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനം, ദേശം, രാജ്യം, ലോകരാജ്യങ്ങളുള്ള സകല കർത്താവെ ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അങ്ങ് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലരുടെ മേലും ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുത്തിയതിനായ സ്തോത്രം. കർത്താവിന്റെ കരുണയും മനസ്സലിവും നിന്റെ കുഞ്ഞുങ്ങളോട് തോന്നിയതിനായ സ്തോത്രം. ഏതെങ്കിലും സ്തോത്രം അവസ്ഥയിൽ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന നിന്റെ മക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലമാക്കി നിന്റെ മക്കൾക്ക് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിലെ പരിശുദ്ധാത്മാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen.